ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ സമയം പുലർച്ചെ 2 മണിയാണ് കേട്ടോ. ഞാനൊരു കാര്യം കാണിച്ചു തരേ. എന്താ പോൻ്റെ മുഖത്ത് ആ പൊലിവ് നോക്കിയേ. കാരണം വേറൊന്നുമല്ല, ഓനക്ക് വണ്ടിയിൽ പോകാൻ അത്രേ ഇഷ്ടമാണ്. നല്ല പോലെ ഉറങ്ങായിരുന്നു. വിളിച്ചിട്ട് വാ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓന് റെഡി, ഡബിൾ ഓക്കെ. നമ്മൾ എയർപോർട്ട് വരെ പോവാണ് ഉമ്മാനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി 2 മണിക്ക് നമ്മൾ ഇറങ്ങാൻ തുടങ്ങിയതാണ്. എല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് 2:30 ഇനി ഒരു 3 മണിക്കൂർ ട്രാവൽ ഉണ്ട്. ഈ ഒരു ടൈം ആയതുകൊണ്ട് പുറത്തൊന്നും കാണാനും പിടിക്കാനൊന്നും ഇല്ലാത്തതും കൊണ്ട് ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി. എണീച്ചപ്പോഴത്തേക്ക് നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തെത്തി. ഉമ്മാനെ വിളിച്ചപ്പോൾ ഇറങ്ങാനുള്ള ടൈം ആയില്ല എന്ന് പറഞ്ഞപ്പോൾ അടുത്തുനിന്ന് ഒരു ചായ കുടിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോവാട്ടോ. ഈ ഒരു ടൈം ആണെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ, പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് എയർപോർട്ടിൻ്റെ അടുത്ത്. അതുകൊണ്ട് ചായക്കടയിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. രാവിലത്തെ ഫസ്റ്റ് ചായയല്ലേ, അത് നല്ല അടിപൊളിയായിട്ട് പാളിപ്പോവാതെ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ബാക്കിയുള്ള 2 ആൾക്കാർ കട്ടൻ ചായ പറഞ്ഞപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ എനിക്ക് പാൽ ചായ മതി എന്നൊക്കെ. കാരണം കട്ടൻ ചായ മേ ബി പാളിപ്പോവാം, പാൽ ചായ അങ്ങനെ പാളാൻ ചാൻസ് ഇല്ല എന്ന് കരുതി ഞാൻ. പക്ഷേങ്കിൽ സംഭവിച്ചത് നേരെ തിരിച്ചായിപ്പോയി. അല്ലെങ്കിലും ഞാൻ ആഗ്രഹിച്ചൊരു സാധനം പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ അതെപ്പോഴും പാളിപ്പോലെ തന്നെയാണ് പതിവ്. അത് ഇവിടെയും സംഭവിച്ചു. അപ്പോഴേക്കും ഉമ്മ ഇറങ്ങാൻ നേരമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ എയർപോർട്ട് വെച്ച് പിടിച്ചു. ഇനിയിപ്പോൾ ഉമ്മാനെ പിക്ക് ചെയ്യാൻ പോയാൽ നമ്മളെയും കാത്ത് ഉമ്മ പുറത്തിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഒരൊറ്റ വാക്കിൻ്റെ പുറത്ത് കുറച്ച് മുന്നേ അവിടെ പോയി നിൽക്കേണ്ടി വന്നു. വീഡിയോയിൽ അത് ചെറിയൊരു കട്ടിങ് ആണെങ്കിലും ഒരു 1/2 മണിക്കൂർ അവിടെ പോയി പോസ്റ്റ് അടിച്ച് നിന്ന് ഫൈനലി ആ നീണ്ട കാത്തിരിപ്പിന് ശേഷം എൻ്റെ ഉമ്മ വരികയാണ് സുഹൃത്തുക്കളെ. ഉമ്മാക്ക് വീഡിയോയിൽ അങ്ങനെ ഫേസ് കാണിക്കുന്നത് അത്ര വലിയ കംഫർട്ടും ഇഷ്ടമല്ല. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുകയാണ് ഉമ്മ. ആള് നല്ല ടയേർഡാണ് കേട്ടോ. ഇന്നലെ രാത്രി കയറിയതാണ് ഫ്ലൈറ്റിൽ, ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഇത്ര നേരം ഒരു കുഴപ്പമില്ലാതെ അടങ്ങിയിരുന്ന കുട്ടിയാണ് എൻ്റെത്. ഉമ്മാനെ കണ്ടപ്പോഴത്തേക്ക് ഓൻ ആ കടയിലുള്ളതും ഈ കടയിലുള്ളതായുള്ള എല്ലാ സാധനങ്ങളും വേണത്രേ. ഞാനിവിടെ പല തവണകളായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പുലർച്ചെ ടൈം അല്ല കേട്ടോ, അല്ലാത്ത ടൈമുകളിൽ
ഈ ഒരു തിരക്ക് ഞാൻ ഇന്നേ വരെ ഈ ഒരു എയർപോർട്ടിൽ കണ്ടിട്ടേ ഇല്ല. ഞാൻ എപ്പോൾ വരുമ്പോൾ നിഷാഖാൻ്റെ അടുത്ത് പറയലുണ്ട്, കാലിക്കറ്റിൻ്റെ ആ ഒരു ഇത് നമുക്ക് കണ്ണൂർ ഫീൽ ചെയ്യുന്നില്ലല്ലോ എന്ന്. ഇന്ന് ആ ഒരു വിഷമം ചെറുതായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാഹ് നമ്മൾ ഉമ്മാനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഈ ഒരു വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ എന്തായാലും എടുത്തു വെച്ചു. എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ചെറിയ ചെറിയ ക്ലിപ്പിങ്സേ ഉള്ളൂ. പിന്നെ ഇടണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ചപ്പോൾ എന്തായാലും ഇവിടെ കിടക്കട്ടെ, ഒരു മെമ്മറി പോലെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യാണ്. രാവിലെ ഇത്ര നേരത്തെ ആയതുകൊണ്ട് വരുന്ന വഴിക്കൊന്നും ഹോട്ടലുകളൊന്നും അങ്ങനെ തുറന്ന് തുടങ്ങിയിട്ടില്ല. അങ്ങനെ എത്തി ഞങ്ങൾ 5-ാം മൈലിൽ ഈ ഒരു കടയിൽ ഒരു ചെറിയ ചായയോടെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.